ബി.ജെ.പി. നേതാവ് ബി ഗോപാലകൃഷ്ണനെതിരെ പരാതി. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വീഡിയോ ഉപയോഗിച്ച് വർഗീയ പരാമർശം നടത്തിയെന്നാണ് പരാതി. KSU തൃശൂർ ജില്ലാ പ്രസിഡന്റാണ് പരാതി നൽകിയത്. പരാതിക്ക് കാരണമായ ദൃശ്യങ്ങളിലേക്കാണ് ആദ്യം. ബി ഗോപാലകൃഷ്ണൻ സംസാരിച്ച ദൃശ്യങ്ങളാണത്. ശ്രീകുമാരൻ അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീത്ത്, ഇതിപ്പോൾ എന്താണ്, ഏത് രീതിയിലാണ് ഈ ഒരു ആക്ഷേപം? പരാതിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അല്ലേ? അത് പോലീസിൽ പരാതി നൽകിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? കേസ് എടുത്തിട്ടുണ്ടോ? എന്താണ് യഥാർത്ഥത്തിലുള്ള ആക്ഷേപം? പ്രജിൻ, അനുജ, അല്പസമയം മുൻപാണ് KSUവിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഇത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലടക്കം ഗോപാലകൃഷ്ണന്റെ ഈ പരാമർശം, അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വീഡിയോ ഒക്കെ ഉപയോഗിച്ചാണ് ആ പരാമർശം അദ്ദേഹം നടത്തുന്നത്. ആ പരാമർശം സമൂഹ മാധ്യമങ്ങളിൽ വല്ലാത്ത തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതൊരു തീർത്തും ഒരു വർഗീയമായ പരാമർശമാണ്. ആ പരാമർശം എന്തായാലും ഇവിടെ പറയാൻ നമ്മളും ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ ഓഡിയോ നമ്മൾ കൊടുക്കാതിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഗോപാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂർ കൊടുങ്ങല്ലൂരിൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെട്ടു. കൊടുങ്ങല്ലൂരിലായിരിക്കും അദ്ദേഹം മത്സരിക്കുക എന്നാണ് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കിയിരുന്നത്. അവിടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചരണം ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ കേന്ദ്രീകരിച്ച പ്രചരണം അത് പിന്നീട് NDAയിൽ തന്നെയുള്ള ഘടകകക്ഷി 2020 നൽകുകയായിരുന്നു. ആ 2020യുടെ സ്ഥാനാർത്ഥിയോടെ പ്രചരണം തുടങ്ങി. അതിനുശേഷം ഗോപാലകൃഷ്ണൻ കുറെ അതൃപ്തി വന്നു. അതിനുശേഷമാണ് ഗുരുവായൂരിലേക്ക് പരിഗണിക്കുന്നത്. എന്തായാലും ഗുരുവായൂരിൽ എത്തിയ ഉടൻ തന്നെ കൃത്യമായ രീതിയിലുള്ള വർഗീയ പരാമർശമാണ് NDA സ്ഥാനാർത്ഥി നടത്തിയിരിക്കുന്നത്. ഈ വർഗീയ പരാമർശം ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് പൂർണ്ണമായി വിരുദ്ധമാണ്. ഇദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് KSU യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും SHOക്ക് പരാതി കൈമാറിയിട്ടുണ്ട്. ഈ പരാതിയിൽ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ടത് മറ്റ് നിയമ നടപടികളും ഒക്കെ ഇനി നിയമവിദഗ്ധരുമായി ആലോചിച്ച് മാത്രമേ ഉള്ളൂ എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ബി ഗോപാലകൃഷ്ണനെതിരെ പരാതി നൽകിയിരിക്കുന്നത് ഗോകുൽ ഗുരുവായൂർ എന്ന KSUവിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.